ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 11:10 സമയമായിട്ടുണ്ട്. 70 ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്ത് 55,000 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ്. ഓവറോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഇന്ന് രാവിലെ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് സമയമായിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആയി. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ വീണ്ടും സൈഡ് വൈസ് ആണോ എന്നറിയില്ല. ഏതായാലും നമ്മൾ ട്രേഡറായ സ്ഥിതിക്ക് നമുക്ക് ട്രേഡ് എടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ട്രേഡ് എടുത്തേ പറ്റുള്ളൂ. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം, ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ ഓക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും വയ്ക്കാം. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും കൂടെ വയ്ക്കാം. ഇപ്പോൾ ഭയങ്കര 50 പോയിൻറ്റ്സൊക്കെ മാർക്കറ്റ് പ്രീമിയത്തിൽ റൺ ചെയ്യാനേ ഭയങ്കര പാടാണ്. ഒരു 40-35 പോയിൻറ്റ്സ് ഇനിയിപ്പം ഒന്നും കൂടെ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ റീസെൻഡർ ചെയ്ത് ഒന്നും കൂടി ട്രേഡിലൊക്കെ മാറ്റം വരുത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം. ഏതായാലും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണോ, മാർക്കറ്റിനനുസരിച്ച് നമ്മളോടിപ്പം നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. ഇനിയിപ്പോൾ ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും സ്പോട്ട് വൈസ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിൽ അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ അപ്സൈഡാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്യാം. ഇനി അതല്ല, ഇനി മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ പ്ലേസ് ചെയ്യാം. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം നമ്മളുടെ ഫേവറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടും കാണുമ്പോൾ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടെ, അല്ലെങ്കിൽ രണ്ടും കൂടെ മാറ്റി വേണ്ടി കാണിക്കണ്ടേ. അപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിലാവുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ പ്രോഫിറ്റാണോ ലോസാണോ അതിൻ്റെ ഒരു ഏരിയയും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രീമിയത്തിൽ ഒരു 50 പോയിൻറ്റ്സിനാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഗെയിൻ ഒരു ചെറിയ 2000 എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പോയിൻറ്റ്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2100. ഓക്കെ ഫൈൻ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. കാരണം ഒരു സ്പൈക്ക് എങ്ങാനും വരുവാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റിനെ നമുക്ക് മിസ് ഔട്ട് ആവണ്ട. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് 599 നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 649, എക്സാക്ട്ലി 649 തന്നെ വയ്ക്കാം. കാരണം മാർക്കറ്റ് അത്രയും ഒരു അഗ്രസീവ് ഒരു മാർക്കറ്റാണ്. ചിലപ്പോൾ 650 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുക 649 വേണമെങ്കിലും റിവേഴ്സ് ആയെന്നിരിക്കുക. സോ അതാണ്. ഇപ്പോൾ ഏതായാലും നമ്മളുടെ ടാർഗറ്റിനെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇനി ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫുള്ളി കോൺഫിഡൻസ് ഉള്ളൊരു ട്രേഡാണ്. കാരണം ഇത്രയും പറയാൻ പറ്റില്ല, ചിലപ്പോൾ 40 പോയിൻറ്റ്സിൽ നിന്നൊക്കെയാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് തിരിയുന്നത്. നോക്കാം. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റ് നല്ലൊരു പ്രോഫിറ്റായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും മാർക്കറ്റ് റിവേഴ്സൽ ആവുന്നുണ്ട് അവിടുന്ന്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് വെച്ചേക്കാം. 572ഉം 573യും. ഇന്നും രക്ഷയില്ല. സൈഡ് വൈസ് ആണ് മാർക്കറ്റ് ഓവറോൾ. കണ്ടോ, ഇത്രയും നല്ലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷവും മാർക്കറ്റ് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. മാർക്കറ്റ് അവിടുന്ന് ഫെയിലായി. ഓക്കെ, കുഴപ്പമില്ല. ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം പോയേ പറ്റുള്ളൂ. നമ്മളുടെ ഇനിയിപ്പം ഇവിടുന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു റെഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ഇനി മാർക്കറ്റ് ഇവിടുന്ന് സസ്റ്റെയിൻ ചെയ്ത് മേലിൽ പോവാൻ സാധ്യതയുണ്ടെന്ന്. വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് 1500, 1600, 1700. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഇന്നൊരു 2000 അടുപ്പിച്ചാണ് ലോസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനിയിപ്പോൾ ലോസ് ആണെങ്കിൽ നമുക്ക് ഫേവറായിട്ട് 11:10 എടുത്തതാണ്. 1:10, 1:13 നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരുന്നത്. എത്ര നേരം കൊണ്ടാണ് നമ്മളുടെ ഒരു ട്രേഡ് ഫിനിഷ് ആവണമെന്ന് നോക്കി. സോ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമ്മളിതിൻ്റെ അകത്തൊരു ഓവറോൾ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൽ വീണ്ടും എഗെയിൻ അനദർ ഡേ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 40 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം എപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് 50 പോയിൻറ്റ്സിലേക്ക് മാർക്കറ്റ് എത്താൻ ഭയങ്കര പാടായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓവറോൾ നമ്മളൊരു 2000 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്.